ഹലോ ദർശു, അന്നോ മുള്ളി ദർശന അതൊക്കെ നോക്കാൻ തന്നെ പറഞ്ഞത്. നിനക്ക് എന്താ ബാബു? മിന്നിയാണ് RSS മൂലക്കുരു ഉണ്ടായിരുന്നു. ഹലോ, അപ്പൊ മാപ്പ് പ്രസവിപ്പിച്ചോ? ഇതൊരു സൈഡിൽ വേറൊരു മാപ്പ്. ഇപ്പൊ അവിടെയാണ് അടിയൊക്കെ നടക്കുന്നത്. ഞാൻ പോയിട്ടുണ്ട് അവിടെ. എനിക്കറിയില്ല മുള്ളി, എനിക്കറിയില്ല. ഞാൻ ഇവിടെ താഴെ വേറൊരു മാപ്പ്. 1106 ഞാൻ മാർക്ക് ചെയ്യാം. ഞാൻ ഇട്ടല്ലോ, പക്ഷെ കാണിക്കുന്നില്ല അങ്ങനെ സ്ഥലം. ഇപ്പോഴും മാർക്ക് ചെയ്യാൻ ഒരുത്തനും അറിയില്ല. പോസ്റ്റൽ ഡെസ്റ്റിനി എക്സിസ്റ്റോ? അങ്ങനത്തെ പോസ്റ്റ് ഇല്ലെന്ന് കാണിക്കണേ. അയ്യോ പിന്നെന്താ ഇതെങ്ങനെ? പഴയ അവസ്ഥയില്ലേ ഇതിനൊക്കെ ഇപ്പോഴും? ഇതെന്താ ഇപ്പൊ അറിയില്ല ലൊക്കേഷൻ. ഇതെന്താ? ഇത് എനിക്ക് മനസ്സിലാവുള്ളൂ. ഇത് എന്താ ഒന്നും പറയാൻ നമ്പർ പറഞ്ഞേ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാണ്. എന്ത് മൈലിയാ ഇതൊക്കെ? 1106 ഒന്ന് കണ്ടുപിടിച്ചു. 1106 താഴെ കിടക്കണ്ട. സംസാരിക്കാൻ പറ്റൂലോ ഇവിടെ. എവിടെ 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 ഇത് എവിടാ? കിട്ടിയോ? മാർക്ക് ചെയ്ത് ബാക്കിലോട്ടാണല്ലേ? യെസ്. നമുക്ക് അവരുടെ ജസ്റ്റ് ഗാങ്സ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് അങ്ങ് പോവാം. അല്ലെങ്കിൽ അത് എവിടെ? അത് എയർപോർട്ട് അല്ലേ മാർക്ക് ചെയ്തേക്കുന്നത്? അത് 1006. ഹലോ, അത് 1006. ഇത് ഇത് ANB അല്ലേ? ഇത് വേറെ ANB. ഹലോ ബ്രോ, ഓ ഇതാണ് ഇതല്ലേ? ഹലോ ബ്രോ, കേക്കോ? ഓ ഇതല്ലേ പുതിയ വണ്ടി? അതെ അതെ അതെ. ഇത് നേരെ തൊട്ട് മുകളില് ബെല്ലാരി ഗ്യാങ് ഹൗസിന്റെ അവിടെ ഞങ്ങളുടെ ഗ്യാങ് ഹൗസ്. ഓക്കെ 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 ഓക്കെ, ഇത് കൊള്ളാം. കിങ് കോങ് ഉണ്ട്. ഇതല്ലേ സുനിമോൻ ചെയ്ത വീഡിയോ ഇതല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. ആ വീഡിയോയില് ബെല്ലത് 6x6. ഇത് 4x4. കൊള്ളാം. സെറ്റ്. ഓക്കെ ഓക്കെ ബ്രോ, കാണാം. ഓക്കെ കാണാം. കൊള്ളാല്ലേ വണ്ടി? അണ്ണന്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ്സ് ഭയങ്കര ലൈറ്റാണ്. അയ്യോ ഒരാൾ എടുക്കുന്നുണ്ട്. മള്ളി അവര് സ്പെല്ലിംഗ് തിരിച്ചാണ് അടിച്ചിരിക്കുന്നത്. ഗ്യാങ് ഓഫീസറിന് ഗ്യാമ്പ് ഓഫീസറിന് അടിച്ചിരിക്കുന്നത്. കേറാൻ പറ്റണല്ലേ വണ്ടി? സ്പെല്ലിംഗ് തെറ്റാണ് ഇതില്. എന്താ? GANB ഓഫീസറിൽ നിന്ന് GANG അല്ലേ ഗ്യാങ്? GNP എന്നാണ് അടിച്ചേക്കുന്നത്. അത് ANB അവരുടെ പേരാ. നിനക്ക് എന്താ ബാബു? ഇല്ല മനസ്സിലായില്ല മള്ളി, ഇത് കറക്റ്റ് അല്ല. നമുക്ക് വായിക്കാൻ പറ്റില്ല. നമ്മള് വാരടിക്കുമ്പോ എങ്ങനെ അടിക്കപ്പോ? നിന്നെ ആദ്യം സ്കൂളിൽ ചേർക്കണം എന്തേലും പഠിപ്പിക്കാൻ. നീ ഇപ്പഴും മലയാളം പഠിച്ചിട്ടില്ലല്ലേ? മലയാളം ഞാൻ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുത്തില്ല മള്ളി. കണ്ട് എനിക്കൊരു മോനുണ്ടായ എന്തായാലും ആ സ്കൂളിൽ ഞാൻ ചേർക്കത്തില്ല. അതിന് സ്കൂളിന്റെ ആവശ്യം വരില്ലല്ലോ. അതെന്താ? 1105 ഞാൻ കണ്ടു കേട്ടോ, മാർക്ക് ചെയ്തിട്ടുണ്ട്. ലൊക്കേഷനിലോട്ട് പോവാം. 1105 ഞാൻ മാർക്ക് ചെയ്തു. 6 അവിടെ കാണാനില്ല. ഇത് ഇപ്പൊ തിരിച്ചു പോണോ? എയർപോർട്ട് വെച്ച് കഴിഞ്ഞാലേ ആ എയർപോർട്ടിന്റെ തൊട്ടപ്പുറത്തല്ലേ ഇപ്പോഴും. ദേവക്കുട്ടി ഒന്ന് വിളിച്ചാ 7755 എന്തോ ആണ് നമ്പർ. ദേവക്കുട്ടിയുടെ നമ്പർ അറിയാവോ? 1105 മള്ളി. അതെ ഗ്യാങ് ഹൗസിന്റെ ലൊക്കേഷനാണ് ഇപ്പൊ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ പ്ലോട്ട് കണ്ടറിയാൻ നല്ലൊരു ഗ്യാങ് ഹൗസ് വെച്ചുള്ള സ്ഥലമുണ്ട് അവിടെ. കൺഫേം ആണ്. പുള്ളി നമ്മുടെ ചന്ദ്രൻ ഇവിടെ പോയി. അവനെ കണ്ടില്ലടാ ഇന്ന്. ആണോ? എനിക്കെന്താ പറയാ, നീ വരുന്നുള്ള കാര്യം എവിടെ എന്തെങ്കിലും ഒരു ലീക്ക്ഡ് പോയായിരുന്നോ? പറഞ്ഞായിരുന്നു. രാവിലെ ഒരു സാറ്റലൈറ്റ് കോൾ പോയായിരുന്നു. അപ്പൊ പറഞ്ഞു. ഹലോ ദർശു, ചേട്ടാ പറഞ്ഞോ. അന്നോ മുള്ളി ദർശന. ഇല്ലടാ ബാബു, അതല്ല ദർശന ചേട്ടൻ. ദർശന ചേട്ടാ പറ. ചേട്ടനോ? ആ അതെ, ഞാൻ ബാബുന്റെ കൂടെ. തിരക്കാണോ അണ്ണൻ? ആ അതെ ബാബുന്റെ കൂടെ ആയിരുന്നേ. ശരി അണ്ണ, എന്റെ ഫ്രണ്ടിനൊരു സംശയം. കണ്ണി കാണാൻ മുള്ളി ദർശന ചേട്ടൻ. എന്തായിരുന്നു സംശയം? എന്തായിരുന്നു? നമ്മള് ഫ്രണ്ട്സ് ആണോന്ന്? ആ അതെ പിന്നല്ലേ, അങ്ങനെ പറ. അല്ല ഞാനൊന്ന് സ്പീക്കറിലിടാ. ഓക്കെ ചോദിച്ചോ. ഹലോ ചോദിച്ചോ. ഇതാരാണ്? ഞാൻ ഹെലൻ മരിയ. ഹായ് ഹെലൻ. ഹായ് ഹലോ. അതെ, നിങ്ങൾ കമ്മിറ്റഡ് അല്ലാണോ? അല്ലല്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. ഞാനും ദർശനെ.
ആണല്ലേ പക്ഷേ ഞാൻ സിറ്റി വന്നപ്പോ തൊട്ട് കേൾക്കുന്ന ഇപ്പൊ ദർശന കമ്മിറ്റഡ് ആയി അതാണ് ഇതാണെന്നൊക്കെയാ. അപ്പൊ ദർശനെ വിളിച്ചപ്പോ ദർശന അറിഞ്ഞ് അണ്ണന്റെ കൂടെ ആണെന്നോ. എന്റെ കൂടെ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു. അടിച്ച് ചെപ്പക്കല്ല് പൊട്ടിക്കാൻ പറയാൻ പുള്ളി ദർശനയുടെ ചേട്ടനാടാ. എന്ത് പറ്റി? ആര് പറഞ്ഞു? അനാവശ്യം പറഞ്ഞു ആരെങ്കിലും? ദർശനി മള്ളി കമ്മിറ്റഡ് ആയിരുന്നല്ലോ. ഇല്ല അത് അനാവശ്യമല്ലല്ലോ. അതല്ലേ നമ്മുടെ ആവശ്യതാണ്. പക്ഷെ അത് വെളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമാവൂലേ? ഇല്ല അങ്ങനെയല്ല. ദർശനയുടെ ചേട്ടൻ എന്തോ ഇത് ആരോ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഉണ്ടാക്കാനാണോ? പ്രശ്നം ഉണ്ടാക്കാനല്ല, അത് പെൺകുട്ടിയല്ലടാ, അവർക്ക് ഫ്യൂച്ചർ നോക്കണ്ടേ. മള്ളി ആ ദർശന്റെ ചേട്ടൻ എന്നെ ഒന്ന് കാണില്ല. ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ച് കാര്യം പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇല്ലടാ അത് വേണ്ട, നമുക്ക് എനിക്ക് അത്ര പരിചയമില്ല പുള്ളിയെ, അതുകൊണ്ടാ. പിന്നെ വേണ്ട പുള്ളി, സോൾവ് ചെയ്ത് തരാന്ന്. ഇതെന്ത് ഫോൺ ചാർജ് ആവാത്തെ? അണ്ണാ പവർ ബാങ്ക് ഉണ്ട്, യൂസ് കൊടുത്തിട്ട് ചാർജ് ആവുന്നില്ല. ആരെങ്കിലും വിളിക്കണ നമ്പർ പറഞ്ഞാൽ ഇതിനെ വിളിക്കാം. ദർശനെയോ ചേട്ടന്റെ നമ്പർ എനിക്ക് കാണാതെ അറിഞ്ഞൂടാ, കാരണം പുള്ളി ഫോൺ ഓഫ് ആയി പോയി. ഒരു ഐഡിയ ഉണ്ട്, ദർശനയുടെ നമ്പർ പറയാം. ചേട്ടന്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞാൽ പറ്റി. ദർശന ഇല്ല ഇവിടെ, ഉണ്ടെങ്കിൽ ഞാൻ ബാബുയെ പരിചയപ്പെടുത്തില്ലേ. ഓ അതാണ് ഞാൻ നോക്കണ പുള്ളി. ഉണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെട്ടത് പുള്ളി പേര് ആർക്ക് പരിചയപ്പെട്ട് കൊടുക്കും? പിന്നല്ലാതെ അതാണ് പുള്ളി. ഡബ്ല്യു എല്ലോ ഒന്നും ഇവിടെ ഇല്ലേ? ഞാൻ അതൊക്കെ നോക്കാൻ തന്നെ പറഞ്ഞത്. അതിന്റെ പേര് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാവും പറഞ്ഞ വെളിയിൽ നോക്കിയിരിക്കുന്നു. വെളിയിൽ എങ്ങനെ സോൾവ് ചെയ്തു? എടാ ഞാനിപ്പോ അങ്ങനെ പണ്ടത്തെ പോലെ അല്ലടാ. ഞാനിപ്പോ ഭയങ്കര ഇപ്പൊ ഒരു അടിപൊട്ടൊന്ന് കാത്തിരിക്കുവായിരുന്നു വെള്ളി. അതിന് വേണ്ടിട്ട് ഇല്ല, ഞാൻ ഒരുപാട് മാറിപ്പോയി. അതില് 3 W കമ്മിറ്റ് ഞാനായിരുന്നു. ഇതാണ് അവരുടെ ഗ്യാങ് ഹൗസ്. ഞാൻ പറഞ്ഞ മള്ളി നല്ല കണ്ണായ പ്ലോട്ട് മള്ളി. ഇത് പണ്ടത്തെ ബിസിനസ് ചോദിക്കാൻ മള്ളി. ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് ചോദിക്കാം. എവിടെ ഉള്ളേ? ഹലോ ഹലോ ഞങ്ങള് കുറച്ച് ലേറ്റ് ആയി പോയി, ക്ഷമിക്കണം. ബാബു വരാൻ താമസാണ്. വീടിന് വെളി നോക്കുമ്പോ ഒരു ചൈനീസ് ടച്ച് ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് ഫസ്റ്റ് വണ്ടി കണ്ടിട്ട് ഞങ്ങളെല്ലാരും വണ്ടീന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എനിക്കിപ്പോ ഡൗട്ട് എന്ന് പറഞ്ഞ GNRന്റെ വണ്ടിയാണോ ANBയുടെ വണ്ടിയാണോ നമ്മളിപ്പോ കണ്ടത്? സുഖല്ലേ? സുഖമാണ്. അപ്പൊ ഈ ANBയുടെ വണ്ടി ഈ സെയിം കളർ കോഡ് അല്ലേ? അല്ല, അവരുടെ ഒരു ഗോൾഡൻ കളറാ വരുന്നത്. ആണല്ലേ? വെൽക്കം ടു GNR. താങ്ക് യു. ഇത് നമ്മുടെ വണ്ടികളാണ്, നമ്മുടെ 2 വണ്ടികളാണ് നമ്മുടെ ഗ്യാങ് ഹൗസ്. ഇവിടെ കാണാനുള്ള ഏറ്റവും മെയിൻ സാധനങ്ങൾ ഇത് രണ്ടുമാണ്. ഒരു സെക്കൻഡ്. ഹലോ ഞാൻ ഹെലനാണ്. മറ്റേ നേരത്തെ വിളിച്ചില്ലേ, മറ്റേ ദർശനയുടെ ഫോണിൽ സംസാരിച്ചേ. ഹെലൻ പറ, എനിക്ക് എന്റെ നമ്പർ അതൊന്ന് ഇല്ല, ദർശന വന്ന നമ്പർ അല്ല, എന്റെ ഹെലന്റെ നമ്പർ ഉണ്ടല്ലോ. നേരത്തെ ഞാൻ ഒരു ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. എന്റെ കയ്യിൽ ഞാൻ എന്റെ സിം ഇട്ടിരിക്കുന്നത് ചന്ദ്രന്റെ ഫോണില്ല. ചന്ദ്രൻ ഇവരുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. അല്ല ഞാൻ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട് അണ്ണന്റെ അടുത്ത്. മറ്റേ മീനിക്കുട്ടി വിളിച്ചോണ്ട് വന്നേ. പക്ഷെ അതൊക്കെ ഞാൻ അന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ. ഇത് ചന്ദ്രന്റെ ഫോണാ. ഇത് ആണല്ലേ? ഇതിൽ എന്റെ സിം ഇട്ടേക്കുവാ ഞാനിപ്പോ. ഓ ഐ സി. അതല്ല, നമ്മൾ നേരത്തെ സംസാരിച്ചോണ്ട് കത്തി മീൻസ് കോള് കട്ടായല്ലോ. എന്റെ ചാർജ് തീർന്നു പോയതാ. ആണല്ലേ? ഇവളിവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നു. അതാ പറ്റിപ്പോയ. ഒരു മിനിറ്റ്. അത് എന്തിനു വഴക്കുണ്ടാക്കി? അല്ല, മീൻസ് എന്തോ പറഞ്ഞോണ്ട് കട്ടായി പോയപ്പോഴത്തേക്ക് അണ്ണൻ ചോദിച്ചല്ലോ അണ്ണന്റെ കൂടെ കമ്മിറ്റഡ് ആണെന്നാണോ പറഞ്ഞേന്ന്. അങ്ങനെയല്ല അവള് പറഞ്ഞേ. ഞാൻ വിളിച്ചപ്പോ ഇവള് അണ്ണന്റെ കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുവാന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ കരുതി ഇനി ഇവര് നാട്ടുകാര് പറയുന്നതിൽ വല്ല സത്യം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി അവളോട് ചോദിച്ചു. അവള് പറഞ്ഞു അണ്ണനോട് തന്നെ ചോദിക്കാൻ. നല്ല ഫ്രണ്ട്സ് ആണ് ഞാനും ദർശനയും. ആണല്ലേ? അല്ല വേറൊന്നല്ല, ഇവക്ക് അങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല.
ആ പക്ഷെ ഞാനുണ്ടല്ലോ ദർശനക്ക്. ആ അല്ല അങ്ങനെയല്ല, ഐ മീൻസ് എല്ലാവരും പെട്ടെന്ന് സിങ്ക് ആവണോന്നല്ലേ ഉള്ളവിടെ. അതാണ് അപ്പൊ നാട്ടുകാരിങ്ങനെ പറയുന്നത്. മീൻസ് 2-3 പേര് എന്നോട് പറഞ്ഞു ഇപ്പൊ ദർശനം മാറിപ്പോയി, ദർശനം കമ്മിറ്റഡ് ആയി, അതാണ് ഇതാണെന്നൊക്കെ. ഇല്ല ഞങ്ങളിപ്പോ കറന്റ് നല്ല ഫ്രണ്ട്സ് ആണ്, ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ചുമ്മാ അതിന് ചോദിക്കാൻ വന്നേരം വിളിച്ചു, അന്നേരമാണ് കട്ടായി പോയത്. കുഴപ്പമില്ല ഹെലൻ. ഓക്കെ 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 ഓക്കെ. ഞങ്ങൾ ഒരു ഗ്യാങ് ഹൗസ് വിസിറ്റിന് വന്നതാ, ഞാൻ ഒന്ന് കണ്ടിട്ട് വിളിക്കാവേ. ആ ഓക്കെ ഓക്കെ. ചേട്ടന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താടാ ദർശന ചേട്ടന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ദർശനയുടെ ചേട്ടനെ മറ്റേ ഒരു ഇതിന്റെ കാര്യം പറയാൻ വേണ്ടി ഞാൻ വണ്ടി കണ്ടില്ല. വാ പിന്നെ വാസണ്ണ ഓ പറഞ്ഞു നമ്മുടെ ഇവിടെ വെച്ചിട്ടുള്ള വണ്ടി, ഈ 2 വണ്ടികളിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താ ആഡ് ചെയ്തിട്ടുണ്ട്? പസില്. ഓ ആ കാരണം നമ്മൾ കുറെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ വണ്ടികളൊക്കെ. ഓ അത് നമ്മള് ചിലത് ഞാൻ വാസണ്ണ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മളെ ഇതാണ് നമ്മുടെ ഒരു വണ്ടി 4x4. ഇപ്പൊ എല്ലാരും ഈ ഒരു മോഡൽ ഇറക്കണല്ലേ? അതെ, പക്ഷെ ഞങ്ങള് മോഡലല്ല മെയിൻലി ഇപ്പൊ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഓരോ വണ്ടിക്ക് ഓരോ സ്റ്റോറീസ് ഉണ്ട്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. വാസണ്ണ ഈ വണ്ടിയിലാണ് മെയിൻ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ വണ്ടിയുടെ പേര് നോക്കിയേ, ഹെക്സ. അപ്പൊ ഹെക്സക്ക് എത്ര സൈഡ് ഉണ്ട്? 6 സൈഡ് ഉണ്ട് ഹെക്സക്കിന്. സോ അങ്ങനെയാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഒരു ചെറിയൊരു ക്ലൂ. കാരണം ഈ വണ്ടിക്ക് എത്ര വീൽസ് ഉണ്ട്? 6 വീൽസ്. 6 എക്സോസ്റ്റ്. പിന്നെ ഈ വണ്ടി ഇത് ആക്ച്വലി ഇതിന്റെ നെയിം പറഞ്ഞാൽ ഡ്രാഗന്റെ നെയിമാണ്. അതെ, കംപ്ലീറ്റ്ലി ഡ്രാഗൺ ബേസ്ഡ് ആണോ ഗ്യാങ് ഹൗസ് ഉള്ളത്. ചൈനീസ് ഒരു ഇതുണ്ടല്ലേ? ഡ്രാഗൺ ആണല്ലോ, ഡ്രാഗൺ ചിക്കൻ, ഡ്രാഗൺ ചില്ലി. അപ്പൊ ഈ ഡ്രാഗന്റെ എടുക്കാൻ കാരണം ഡ്രാഗന്റെ ഹൃദയം പറഞ്ഞ റോസ് പോലെയാണ്. ഡ്രാഗന്റെ ഹൃദയം റോസ് പോലെ? ആ കാരണം ഹൗ ടു ട്രെയിൻ ഡ്രാഗൺ കണ്ടിട്ടില്ലേ? അത്രയും വലിയ ബീസ്റ്റ് ഒരു ചെറിയ ആള് ട്രെയിൻ ചെയ്ത് അവന്റെ പൊന്നു പോലെ നോക്കിയ ഡ്രാഗൻ. അത്രയും കാലം പേടിച്ച്. കാരണം ഡ്രാഗൺ പൊന്നോല് നോക്കിയത്. പിന്നെ അപ്പം നമ്മുടെ ഗ്യാങ്ങിന്റെ നെയിം പറഞ്ഞാൽ GNR ആണ്. അപ്പം ഫുൾ ഫോം പറഞ്ഞാല് ഗൺസ് ആൻഡ് റോസസ്. അപ്പൊ നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ഗണ്ണ് നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ ലൊക്കേഷനിൽ ഹൈവേ കിടക്കുന്ന നമ്പർ പേരെന്താ? N. സോ അതാണ് നമ്മുടെ ഗ്യാങ് ഹൗസ്. റോസ് ആണ് ഞങ്ങളുടെ ഹൃദയം. നമുക്ക് ഇത്രയും ബുദ്ധിയില്ലാത്തതല്ലേ? അതാ നമ്മള് കംപ്ലീറ്റ് ഈ ഗ്യാങ് ഹൗസ് കംപ്ലീറ്റ് ബിൽഡ് ചെയ്ത. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റണേ? സത്യം ഇതൊക്കെ നമ്മള് ഇതാക്കിയതാണ്. കംപ്ലീറ്റ് ക്രൂ ഇരുന്ന് ഇത് മാത്രല്ല, ഈ പർപ്പിൾ കളർ ഉണ്ടാ, ഇതിന്റെ ഒരു പർപ്പിൾ കണ്ടു കഴിഞ്ഞാൽ, പർപ്പിൾ ഈ പല്ല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക? ഡ്രാഗന്റെ പല്ലെന്നല്ലേ? അല്ലല്ല, പർപ്പിള്. ഡ്രാഗന് പർപ്പിൾ ഇല്ല. അല്ലേ, അങ്ങനെ ആയിരിക്കുമല്ലോ, നിങ്ങളുടെ ഒരു ബുദ്ധി വെച്ച് പറഞ്ഞതാ. അല്ല, ബ്ലാക്ക് പാന്തറിന് അറിയില്ലേ? പിന്നെ അതില് പുള്ളി ഉണ്ടോ ഇതില്? പുള്ളിക്കാരൻ നമ്മുടെ മെയിൻ റൂമിൽ ബ്ലാക്ക് പാന്തർ ഇരിക്കുന്നുണ്ട്. അതിന്റെ കളർ നമുക്ക് പോകുമ്പോ കാണും. ഗ്യാങ്സിനകത്തൊക്കെ കാണുമ്പോ കാണും. ഇതാണ് നമ്മളെ വണ്ടിയിലേക്ക്. പിന്നെ 6x6 കുറച്ചൊരു ഇതിന്റെ ഷേപ്പ് കുറച്ചൊരു ഇഷ്ടപ്പെട്ട. ഈ ടയറിനെ കണ്ടില്ലേ? 4 വണ്ടി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ തന്നെ ചെയ്തതായിരുന്നു. അതിന്റെ പേരെന്താ? ആ വണ്ടിയുടെ മറ്റേ വണ്ടിയുടെ പേര്? അത് ഹൈഡ്രയും ഹെക്സയും. കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിന്റെ? നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ കളറിന്റെ റെഡും ബ്ലാക്കും ആയിരുന്നു, അറിയാവോ? ഇല്ല. നമ്മുടെ ഗ്യാങ്ങിലെ ഏറ്റവും മൂത്തതാരായിരുന്നു? മിന്നിയാണ്. RSS മൂലക്കുരു ഉണ്ടായിരുന്നു. അതിന്റെ കളർ ഏതാ? ചുവപ്പ്. അങ്ങനെയാണ് നമ്മുടെ ഇത്രയുള്ള സിമ്പിളാണ്. സയന്റിഫിക് എക്സ്പ്ലനേഷൻ മെയ്ഡ് സിമ്പിൾ. ഇതൊക്കെ എങ്ങനെയാണ് പറയണാ? അവര് ബ്ലാക്ക് പാന്തർ പറയുമ്പോ നമ്മൾ ഈ മൂലക്കുരു ചന്തി എന്നൊക്കെ പറഞ്ഞ എന്താ എങ്ങനെ ഇരിക്കും? അല്ല, മിന്നിയാണ് ഹൈലൈറ്റ് അല്ലേ അവിടെ? മോർണിംഗ് സ്റ്റാർ എന്നൊക്കെ പറയാം. നമ്മളെ ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ എപ്പോഴും വിളിച്ചേ?
വേറത്തെ പരിപാടിയൊക്കെയാണ് കുറച്ച് ഓക്കെ ഞങ്ങളൊരു ചെറിയൊരു പരിപാടിയിലായിരുന്നു. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നതാ. വാസണ്ണനെ പോലെയായിരുന്നു. എന്തോ കേട്ടില്ല. എന്റെ മുടി വാസണ്ണനെ പോലെയായിരുന്നു. എന്നിട്ട് നീട്ടി വളർത്തിയല്ലേ? എന്നിട്ട് ഇവിടെ നടക്കാൻ പറ്റില്ല. പച്ച കളർ അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അത് കണ്ണാമ്പി. ഇപ്പൊ ബാലനാന്ന് പറഞ്ഞാണ് വരുന്നത്. അതെ, ഇപ്പൊ ബാലനായിട്ടാ. ഇനി മുടി ആൾക്കാരെല്ലാം മുടി എടുത്തു പോയി. എന്നിട്ട് എന്റെ മുടി വെച്ച് വേറെ ആളിക്കണു. അല്ല, നിങ്ങൾക്ക് ഇവിടെ മുടിയുടെയും മുഖത്തിന്റെ ഷേപ്പാണ് പറയുന്നത്. എന്റെ ഒരേ സൗണ്ട് വെച്ചൊക്കെ ഒരുത്തന്മാരോട് വരുന്നത്. ഞാൻ അയാളെ കണ്ടേട്ടാ. ഞാൻ പുള്ളിക്കാരുടെ ഞാനാണെന്ന് പറഞ്ഞൊക്കെ 3-4 പേര് 3-4 പ്രേമൊക്കെ ഒപ്പിച്ചേട്ടാ എന്റെ പേരില്. കൊറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ വയ്യ അറിയത്തുള്ളൂ. തമ്പുരാനറിയാം. എന്തൊക്കെ കണ്ണൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. നമുക്ക് വീഡിയോ കണ്ടിട്ട് വാസണ്ണനെ ഏറ്റവും ഇഷ്ടമുള്ളത് ക്രിക്കറ്റ് അല്ലേ അതോ ഫുട്ബോൾ? എന്താണ്? ക്രിക്കറ്റ് അല്ലേ? നമ്മള് ഇവിടെ എല്ലാവരും ഫുട്ബോളിന്റെ ഫാൻസ് ആണ് ഏറ്റവും കൂടുതൽ. നമ്മള് താഴത്ത് ഫുട്ബോൾ ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ചാടി എല്ലാരും ചാടി. ഇത് അവരുടെ വാട്ടർമാർക്ക്. നമ്മുടെ ക്യാൻവാസ് ആണ് അപ്പൊ ചെറുത്. വലുപ്പത്തിലല്ല. വെൽക്കം ടു ഗ്യാങ് ഹൗസ് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണം അതായിരിക്കണല്ലോ. ഇത് കളിക്കാൻ പറ്റൂല. ഇത് കളിക്കറിയോന്ന്? എനിക്ക് കളിക്കറിയില്ലേ. ഇവിടെ നീ വടി എനിക്കറിയാലോ ഇത് എങ്ങനെയാ. ചന്ദ്രബോസിന്റെ എന്നിട്ട് ഒരാൾക്ക് ഒറ്റ ടൈമിൽ കളിക്കാൻ പറ്റുന്നുള്ളേ. ഞാൻ കളിച്ചോട്ടെ, ഒന്ന് മാറിയടാ. ഒരാൾക്ക് ഒറ്റ ടൈമിൽ കളിക്കാൻ പറ്റുന്നുള്ളേ. വെള്ള പന്തിന് നോക്കി ഒറ്റ കുത്ത്. ഒരാൾക്ക് ഒറ്റ ടൈമിൽ കളിക്കാൻ പറ്റുന്നുള്ളൂ. എടാ അതിലല്ലടാ കുത്തുന്നത്, ഇപ്പുറത്തെ വെള്ള പന്തില് കുത്തടാ. ഞാൻ ഏറ്റവും വലിയ റെക്കോർഡ് പറഞ്ഞാലേ കാർലോടേതാണ്. കാർലോ 12 ഇട്ടിട്ടുണ്ട്. ഡ്രഗ്സ് ആണോ? ഹലോ, ഇത് എങ്ങനെയാ അടിക്കണേ? 12 ഇട്ടിട്ടുണ്ട്. റെക്കോർഡ് വെട്ടിക്കണേ. ഇത് അടിക്കണേ എങ്ങനെയാ? സ്പേസ് അല്ലേ? ചെക്കൻ ചന്തി വെച്ചിട്ട് പന്ത് പിടിച്ച്. മാറില്ലടാ നീ ഒന്ന്. ഒരെണ്ണം വീണേ. സ്ട്രൈപ്സ് വീണേ. അയ്യോ, വെള്ളം വീണ്. ஹலோ போலீஸ், சொல்லுங்க போலீஸ். உன்னோட அப்பா அம்மா எங்க? எங்க பெரியப்பா எங்க தான் இருக்காரு. அப்பா அம்மா எங்க போயிட்டாங்க? இது பெரியப்பா இருக்காரு. எங்க கார்டியன் தான் அவரு. அசனா we can do it. എനിക്കൂടെ പന്തി കുത്തണോടാ. ഒരാൾക്ക് ഒറ്റ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ഞാൻ ഇട്ടോട്ടെ. ഒരു മിനിറ്റ്. ഇവൻ ആരാ? ഇവനെ കമ്പ് കോല് വെച്ച അവന്റെ വിരളിയോ? കളിക്കാൻ പറ്റുന്നുണ്ടോ? ഇടക്കൂടെ കോലിട്ട് കുത്തണം. ആ വടി തിരിച്ചു ദിവസം ആയ്മ തന്നെ കുറച്ചുകൂടെ വലിയ സ്ക്രീൻ വെക്കായിരുന്നല്ലോടാ. ചാടി. ഹലോ,
പിന്നെ നമുക്ക് മേളില് കുറെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ നേരെ പോയി കഴിഞ്ഞാൽ പബ് ഇതാണ് പബ് മറ്റേ ഓക്കെ. ഗെയിംസ് ഇല്ല, മിനി ഗെയിംസ് മനസ്സിലായി എന്റർടൈൻമെന്റ് ചെയ്യാൻ. മനസ്സിലായി. നമ്മുടെ പണ്ടത്തെ കുറെ മെഷീൻ ഗെയിം ഇല്ലേ നിങ്ങളിപ്പോ ഗ്യാങ് ആയിട്ട് എത്ര നാളായി? 3-4 മാസം. മാസമായല്ലേ? ഓ ആർക്കേഡ് ഗെയിംസ് ഒക്കെ അല്ലേ? ഓ കൊള്ളാം. തെറ്റ് ബാബു ഗൈസ്, ബാബുവിന് റിയൽ ലൈഫിൽ കോൾ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് അവൻ പറഞ്ഞിട്ട് പോയത്. അവൻ ഈ ബിസിനസിന്റെ ഇടയ്ക്കൊക്കെ വരുന്ന ഇടയ്ക്കൊക്കെ കീറിയ കേസ്. പരിപാടിക്കല്ലേ? ഹലോ ഹലോ വാസുണ്ടനാണോ? ഹലോ വാസുണ്ടനാണോ? അതെ. പിന്നെ ഞങ്ങള് ഇവിടെ ഒരു കൊച്ചിനെ വാസുണ്ടനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നേ. കേക്കോ? എന്റെ കൂടെ കുറെ പേരുണ്ട്. വാസവണ്ണന് ഒരു കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ദർശനോട് വരപ്പോ ദർശനം അറിഞ്ഞു വാസവണ്ണന് താല്പര്യം, വാസവണ്ണന് അങ്ങനെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു. ആരെ? ഹലോ. ആ കൊച്ചിന് ഇഷ്ടമല്ലാന്ന്. അല്ല, വാസവണ്ണന് റിലേഷൻ ആവാൻ ഇഷ്ടമല്ല, ഡേറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു. ഓ അതെ. ആക്ച്വലി ഞാനിപ്പോ കറന്റ്ലി എന്താ പറയാ, ഞാൻ അങ്ങനെ അധികം പെൺകുട്ടികളോടൊന്നും സംസാരിക്കുന്ന ഒരാളല്ല. അപ്പൊ എനിക്കിപ്പോ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇല്ലില്ല അത് എനിക്ക് അങ്ങനെ താല്പര്യമില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് അതിനോട് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ആക്ച്വലി ഇപ്പൊ ഒരു പെൺകുട്ടിയായിട്ട് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ദർശനയോട് മാത്രമാണ്. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ലല്ലോ? ഫ്രണ്ട്ഷിപ്പ് മാത്രല്ലേ ഉള്ളൂ? അതെ. ഇപ്പൊ കറന്റ്ലി ഞാൻ ദർശനന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ആണോ? അത്രല്ലേ ഉള്ളൂ? അതെ. ഇനി അങ്ങോട്ടില്ലല്ലോ? ഇല്ല, ഇപ്പൊ കറന്റ്ലി ഉള്ള സ്റ്റാറ്റസ് ആണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ ഇപ്പൊ 12:40 ഇവിടെ ഒരാള് തക്കാളി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഇവിടെ ഒരാൾ തക്കാളി പോലെ ചുവന്ന് നിൽക്കുന്നുണ്ടെന്ന് സംസാരിക്കേ. ഹലോ സംസാരിക്കുന്നില്ലല്ലോ. ദർശനം ഉണ്ടായിരുന്നോ? പറ ദർശന, ഇതൊക്കെ ഫ്രണ്ട്സ് ആണോ? ഓക്കെ. ഞാനിവിടെ മറ്റേ ഗ്യാങ് ഓഫ് ഇനാഗ്രേഷനും അല്ലേ, അവരുടെ ഇനാഗ്രേഷൻ പരിപാടിക്ക് വന്നായിരുന്നു. അണ്ണാ ഈ നിരുപമയ്ക്ക് അണ്ണനെ ഇഷ്ടമാണ്. അണ്ണനല്ലേ? എനിക്കങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ അങ്ങനെ വേറൊരു പെൺകുട്ടിയോട് എനിക്കങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഓൾറെഡി ദർശനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു തുറന്ന്. ഞാൻ ഇവരോട് പറഞ്ഞതാ, പക്ഷെ ഇവര് വിശ്വസിക്കുന്നില്ല. ഇവിടെ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ 1 കിലോ ചുവന്ന തക്കാളി കിട്ടും കേട്ടോ പഴുത്തെ. ഇല്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ ഗോൾസ് ഒക്കെ വേറെയാണ്. ആപ്പിളും കിട്ടും, ചുവന്ന ആപ്പിള്. ഒന്നും പറയാ ഞാന് ചിലര് നിന്നൊരുങ്ങുന്നുണ്ട്, എടുത്തോണ്ട് പോ. ഓക്കെ ശരി എന്നാ വിളിക്കാവേ. ഓക്കെ. ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ട് ഒലിപ്പിച്ചായിരുന്നുണ്ടല്ലോ മൂഞ്ചിയനെ ഇപ്പൊ മനസ്സിലായ.